രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ ഉമാ തോമസ് എം.എൽ.എ, മറ്റേ ജെബി മേത്ര അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അതൊരു വശം. അങ്ങനെ ഒരു വിഷമവൃത്തത്തിലായി തീർന്ന പ്രതിപക്ഷ നേതാവ് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാർക്കെതിരായിട്ട് ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്നു. ഇവിടെ BJP-കാരോ CPM-കാരൊന്നും അല്ലല്ലോ ഈ ബോംബ് പൊട്ടിക്കും. ഇത് ഇവരുടെ കയ്യിലിരുന്ന് പൊട്ടിയ ഒരു ബോംബാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയും. ഇവരുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി അവരുടെ കൈപ്പറ്റി പോയി, അല്ലെങ്കിൽ അവർക്ക് മാരകമായിട്ട് പരിക്കേറ്റു, പൊള്ളലേറ്റു എന്നുള്ളൊരു സത്യം അവിടെ നിൽക്കുമ്പോൾ മറ്റു പാർട്ടിയിലുള്ള ആളുകളെ ഞങ്ങൾ പൊള്ളിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നല്ല പറയും. നമ്മുടെ സോളാർ വിവാദം രൂക്ഷമായിട്ട് വരികയും KC വേണുഗോപാൽ, അടൂർ പ്രകാശ് മുതൽക്ക് IB ഈഡൻ വരെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ സരിത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിജീവിത എന്ന് പറയുന്ന ശ്രീമതി വിരൽ ചൂണ്ടുകയും ചെയ്ത സമയത്ത് അതിനൊരു കൗണ്ടർ ബ്ലാസ്റ്റായിട്ട് ജോസ് തെറ്റലിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചവർക്ക് അത് ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് ഒരു വലിയ ട്രാപ്പായിരുന്നു. ഒരു മനുഷ്യരെ അല്ല MLA പോയി എന്നുള്ള സത്യമാണ്, മുൻ മന്ത്രിയാണെന്നുള്ളത് ശരിയാണ്. ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഇത് കംപ്ലീറ്റ് വീഡിയോയിൽ പകർത്തിക്കൊണ്ട് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യിച്ച ലോകത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവിക്കും. അതിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യും ഈ കോൺഗ്രസ്സുകാർ. അങ്കമാലി പട്ടണത്തിൽ, എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ല, ഏതാണ്ട് 9 കിലോമീറ്ററും, ആ അങ്കമാലിയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി അദ്ദേഹത്തിന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അന്ന് MK ദാമോദരൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനും ജസ്റ്റിസ് ഭവദാസൻ എന്ന ധീരനായ ഒരു ന്യായാധിപനും ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ പുള്ളിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. മാത്രമല്ല ഈ പരാതിക്കാരിക്ക് പരാതി എഴുതി കൊടുത്ത അങ്കമാലിക്കാരനായ വക്കീലിന് പ്രോപ്പറായിട്ട് പരാതി എഴുതാൻ അറിയില്ല. അതൊരു ഹെഡ് കോൺസ്റ്റബിളിനെ കൊണ്ട് എഴുതിച്ചെങ്കിൽ ജോസിയേട്ടൻ കുടുങ്ങി പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇവിടെ സോളാർ വിവാദത്തിൽപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിമാരടക്കം, അല്ലെങ്കിൽ ഉയർന്ന നേതാക്കളടക്കം, MP-മാരടക്കം പ്രതിക്കൂട്ടിലായപ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ തിരിച്ച് ബോംബ് പൊട്ടിക്കെന്ന് പറഞ്ഞു, അതുപോലെ പൊട്ടിച്ചൊരു ബോംബൻ. പക്ഷേ എത്രയോ നാൾ ആ മനുഷ്യൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതികാര നിർവഹണം. പക്ഷേ അത് അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ പരാതിക്കാരി എന്ന് പറഞ്ഞ സ്ത്രീക്ക് വലിയ സംഖ്യ ഓഫർ ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യിച്ചത്. എന്നിട്ട് പറഞ്ഞ കാശ് കൊടുത്തില്ല. അതേ തുടർന്ന് പരാതിക്കാരി അവരുടെ പേര് പറയുന്നതിന് തടസ്സമുണ്ടായിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം മിതത്വം പാലിക്കുകയാണ്. അവരും അങ്കമാലിക്കാരിയാണ്. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പുറ എന്ന സ്ഥലത്താണ് അവരുടെ വീട്. ഇവർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. ഇന്ന നേതാക്കന്മാർ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നിട്ടും ഒരു പൈസ കൊടുത്തില്ല. അപ്പോൾ ഇവർ ഈ സ്ത്രീ ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് അവർ പട്ടാമ്പിയിൽ മത്സരിച്ചു. പട്ടാമ്പിയിൽ